अस्सलाम वालेकुम रहमतुल्लाह। अशहदु अल्ला इलाहा इल्लल्लाह वहदहु ला शरीका लहू وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين إذ قالت امرأة عمران رب إني نذرت لك ما في بطني محررا فتقبل مني إنك أنت السميع العليم ولما بلغ معه السعي قال يا بني إني أرى في المنام أني أذبحك فانظر ماذا ترى قال يا أبت افعل ما تؤمر ستجدني إن شاء الله من الصابرين ولتكن منكم أمة يدعون إلى الخير ويأمرون بالمعروف وينهون عن المنكر وأولئك هم المفلحون وما كان المؤمنون لينفروا كافة فلولا نفر من كل فرقة منهم طائفة ليتفقهوا في الدين ولينذروا قومهم إذا رجعوا إليهم لعلهم يحذرون इन आयात का ये तर्जुमा है कि जब इमरान की एक औरत ने कहा ऐ मेरे रब ഈ ആയത്തുകളുടെ തർജ്ജമ ഇപ്രകാരമാണ്. मैंने तेरी नजर कर दिया दुनिया के ഇമ്രാന്റെ ഒരു സ്ത്രീ പറഞ്ഞ സന്ദർഭം ഓർക്കുക. मुझसे कबूल कर ले എന്റെ നാഥ, എന്റെ വയറ്റിലുള്ളത് ഭൗതികമായ ചുറ്റുപാടിൽ നിന്നും സ്വതന്ത്രമാക്കിക്കൊണ്ട് നിനക്ക് വേണ്ടി ഞാൻ നേർച്ചയാക്കിയിരിക്കുന്നു. അതുകൊണ്ട് നീ എന്നിൽ നിന്നും ഇത് സ്വീകരിക്കണമേ. എല്ലാം കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനും നീ തന്നെയാണ്. सोते में देखा करता हूँ कि मैं तुझे ज़िबा कर रहा हूँ അങ്ങനെ അവൻ അദ്ദേഹത്തിന്റെ കൂടെ പ്രവർത്തിക്കുന്ന പ്രായമായപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ട മകനെ, ഞാൻ നിന്നെ അറുക്കുന്നതായി സ്വപ്നത്തിൽ കാണാറുണ്ട്. അതുകൊണ്ട് ചിന്തിച്ചു നോക്കുക, എന്താണ് നിന്റെ അഭിപ്രായം? അവൻ പറഞ്ഞു, എന്റെ പിതാവേ, താങ്കളോട് ആജ്ഞാപിക്കപ്പെട്ടത് ചെയ്തുകൊള്ളുക. അള്ളാഹു ഉദ്ദേശിക്കുന്നതായാൽ സഹനം കൈക്കൊള്ളുന്നവരിൽ
ഒരുത്തനായി താങ്കൾ എന്നെ കാണുന്നതാണ്. നന്മയിലേക്ക് ക്ഷണിക്കുകയും നല്ല കാര്യങ്ങൾ ഉപദേശിക്കുകയും നിഷിദ്ധ കാര്യങ്ങളെ വിലക്കുകയും ചെയ്യുന്ന ഒരു സംഘം നിങ്ങളിലുണ്ടാകേണ്ടതാണ്. അവർ തന്നെയാണ് വിജയം പ്രാപിക്കുന്നവർ. എല്ലാവരും ഒന്നടങ്കം പുറപ്പെട്ടു പോകുന്നത് സത്യവിശ്വാസികൾക്ക് സാധ്യമല്ല. എന്നാൽ അവരിൽ ഓരോ വിഭാഗത്തിൽ നിന്നും ഓരോ സംഘം മതകാര്യത്തിൽ നല്ലവണ്ണം അറിവ് സമ്പാദിക്കുന്നതിനും തങ്ങളുടെ ജനങ്ങളിലേക്ക് തിരിച്ചു വന്നാൽ അവർക്ക് സൂക്ഷ്മത കൈക്കൊള്ളുന്നതിനായി താക്കീത് ചെയ്യുന്നതിനും എന്തുകൊണ്ട് പുറത്തു പോകുന്നില്ല? അങ്ങനെ അവർ നാശത്തിൽ നിന്നും രക്ഷപ്പെടട്ടെ. ഈ ആയത്തുകൾ സൂറ ആലിമ്രാൻ, സൂറ തൗബ, സൂറത്തു സാഫാത്ത് എന്നിവയിലെ ആയത്തുകളാണ്. ഇവയിൽ ഒരു മാതാവിന്റെ ആഗ്രഹവും മാതാപിതാക്കൾ മക്കൾക്ക് നൽകുന്ന നല്ല ശിക്ഷണം, കുട്ടികളിലുള്ള ത്യാഗമനോഭാവ വികാരത്തെ തട്ടിയുണർത്തൽ, അവരെ അതിനായി തയ്യാറാക്കൽ, വഖഫെ സിന്ദഗിയുടെ പ്രാധാന്യം, അവരുടെ ജോലി, അതോടൊപ്പം ഇതെല്ലാം ചെയ്യേണ്ടതിന്റെ യഥാർത്ഥ ലക്ഷ്യമെന്ത് എന്നെല്ലാം വിവരിച്ചിരിക്കുന്നു. ആദ്യത്തെ ആയത്ത് ആലിമ്രാൻ എന്ന അധ്യായത്തിൽ ഉള്ളതാണ്. അതിലെ 36-ാമത്തെ ആയത്താണ്. ഒരു മാതാവ് തന്റെ കുട്ടിയെ ദീനി സേവനത്തിനായി വഖഫ് ചെയ്യണമെന്ന വികാരമാണ് ഇതിൽ പരാമർശിച്ചിട്ടുള്ളത്. അള്ളാഹു ഇത് സ്വീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സൂറത്തു സാഫാത്തിലെ 103-ാമത്തെ ആയത്താണ് അടുത്തതായി ഞാൻ പാരായണം ചെയ്തത്. ഇതിൽ ഒരു മകനെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ബലിയർപ്പിക്കാനായി ഒരു പിതാവ് തയ്യാറാക്കാൻ നൽകുന്ന ശിക്ഷണം, അതേപോലെ മകൻ അള്ളാഹുവിനു വേണ്ടി ഏതു തരം ബലിക്കും തയ്യാറാകുന്ന വിഷയങ്ങളാണ് പ്രതിപാദിക്കുന്നത്. പിതാവിന്റെ ശിക്ഷണം മകനെ അള്ളാഹുവിന്റെ പ്രീതിയുമായി ബന്ധിപ്പിക്കുകയുണ്ടായി. മകൻ പറയുന്നു, ഏതുതരം ബലി നൽകുന്നതിനും ഞാൻ തയ്യാറായിരിക്കുന്നതായി താങ്കൾ എപ്പോഴും എന്നെ കാണുന്നതാണ്. തയ്യാറായിരിക്കുക മാത്രമല്ല, ക്ഷമയുടെയും സ്ഥിരചിത്തതയുടെയും ഉത്കൃഷ്ട മാതൃക പ്രകടിപ്പിക്കുന്നവനായി കാണുന്നതാണ്. സൂറ ആലിമ്രാനിലെ 105-ാമത്തെ ആയത്താണ് അടുത്തതായി ഞാൻ പാരായണം ചെയ്തത്. അതിൽ നന്മകളെ വ്യാപിപ്പിക്കുന്നവരും അത് വ്യാപിപ്പിച്ചുകൊണ്ടേ പോകുന്നവരും തിന്മയെ തടയുകയും ചെയ്യുന്നവരുടെ ഒരു സംഘത്തെക്കുറിച്ചാണ് പറയുന്നത്. കാരണം ഇவ்வித കാര്യങ്ങൾ അള്ളാഹുവിന്റെ പ്രീതിക്ക് കാരണമായി തീരുകയും അങ്ങനെ അതൊരു മനുഷ്യനെ വിജയത്തിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു. അവസാനമായി സൂറ തൗബയിലെ 122-ാം ആയത്താണ് ഞാൻ ഓതിക്കേൽപ്പിച്ചത്. ഇതിൽ പറയുന്നത് നന്മ തിന്മകളെ തിരിച്ചറിയുന്നതിന് മതവിജ്ഞാനം അനിവാര്യമാണെന്നാണ്. മതവിജ്ഞാനം എന്നാൽ എന്താണ്? ഇസ്ലാമിക ശരീഅത്താണ്, വിശുദ്ധ ഖുർആനാണ്. അള്ളാഹു പറയുന്നു, വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീന. നിങ്ങൾക്കായി മതം എന്ന നിലക്ക് ഞാൻ ഇസ്ലാമിനെ ഇഷ്ടപ്പെട്ടിരിക്കുന്നു. ചുരുക്കത്തിൽ അള്ളാഹുവിന്റെ ഇഷ്ടം കരസ്ഥമാക്കാനും വിശുദ്ധ ഖുർആൻ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ഇതെല്ലാം നാം എന്തിനാണ് ചെയ്യുന്നത്? ലോകത്തെ നാശത്തിൽ നിന്നും രക്ഷിക്കുന്നവരായി നിങ്ങൾ മാറണം. മുകളിൽ പ്രസ്താവിച്ച വിഷയത്തിൽ അടങ്ങിയ കടമകൾ നിറവേറ്റുന്നതിനായാണ് ഈ കാലഘട്ടത്തിൽ അള്ളാഹു തആല ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം മുഖേന അഹ്മദിയ ജമാഅത്തിനെ സ്ഥാപിച്ചിരിക്കുന്നത്. ഉമ്മമാർ കുട്ടികൾ ജനിക്കുന്നതിന് മുമ്പേ തന്നെ ഈ വികാരത്തോടുകൂടി അവർ പ്രാർത്ഥിക്കുന്നു, റബ്ബി ഇന്നി നസർതു ലക മാഫി ബത്നി മുഹററൻ ഫതഖബ്ബൽ മിന്നി. അല്ലാഹുവേ, എന്റെ ഗർഭാശയത്തിലുള്ളതിനെ ഭൗതിക ചുറ്റുപാടിൽ നിന്നും സ്വതന്ത്രമാക്കിക്കൊണ്ട് നിനക്കായി ഞാൻ സമർപ്പിക്കുന്നു. നീ ഇത് സ്വീകരിക്കണമേ.
ഈ ഒരു വികാരത്തോടു കൂടി ദുആ ചെയ്തുകൊണ്ട് കുട്ടികളെ അവർ സമർപ്പിക്കുന്നത് ഈ ജമാഅത്തിൽ നാം കാണുന്നു. നിങ്ങൾ ഇന്ന് ലോകത്തൊന്ന് കണ്ണോടിച്ചു നോക്കുക. അഹമ്മദിയ ജമാഅത്തിലെ ഉമ്മമാരല്ലാതെ കുട്ടികൾ ജനിക്കുന്നതിന് മുമ്പേ തങ്ങളുടെ മക്കളെ അള്ളാഹുവിന്റെ മാർഗത്തിൽ സമർപ്പിക്കുന്നതിനായി പ്രാർത്ഥിക്കുന്നവരെ ലോകത്ത് മറ്റെവിടെയും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. ഈ വികാരം ഉൾക്കൊള്ളുന്നവർ അഹമ്മദി ഉമ്മമാരല്ലാതെ നമുക്ക് മറ്റാരിലും കാണാൻ കഴിയില്ല. ഈ ഉമ്മമാർ പാകിസ്ഥാനിലുള്ളവരാണെങ്കിലും ഇന്ത്യയിലുള്ളവരാണെങ്കിലും ഏഷ്യയിലെ ഏതെങ്കിലും ദേശത്ത് വസിക്കുന്നവരാണെങ്കിലും ആഫ്രിക്കയിലുള്ളവരാണെങ്കിലും യൂറോപ്പ് നിവാസികളാണെങ്കിലും അമേരിക്കയിലോ ഓസ്ട്രേലിയയിലോ ദ്വീപുകളിലോ വസിക്കുന്നവരാണെങ്കിലും അവർ ഒരു പ്രത്യേക കാര്യത്തിനായി കാലത്തിന്റെ ഖലീഫയുടെ മുമ്പാകെ തങ്ങളുടെ മക്കളെ സമർപ്പിച്ചുകൊണ്ട് തങ്ങളുടെ ഈ സമർപ്പണം അള്ളാഹു സ്വീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നവരാണ്. ഇങ്ങനെ ദുആ ചെയ്യുന്നവർ ലോകത്ത് അഹമ്മദി മാതാക്കളല്ലാതെ മറ്റാരെയും നമുക്ക് കാണാൻ സാധ്യമല്ല. ഞങ്ങളുടെ അപേക്ഷ കാലത്തിന്റെ ഖലീഫ നിരസിക്കുമോ എന്ന ചിന്തയാണ് അവർക്കുണ്ടാവുക. ഈ ഒരു വികാരം മറ്റെവിടെയും ഉണ്ടാകാനും സാധ്യമല്ല. ഈ ഒരു ആവേശം മറ്റെവിടെയും നമുക്ക് കാണാൻ സാധ്യമല്ല. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയ പ്രേമി മുഖേന അള്ളാഹു സ്ഥാപിച്ച ഈ ഒരു ജമാഅത്ത് മാത്രമാണ് ഖിലാഫത്തിന്റെ തണലിൽ ഇന്ന് നിലനിൽക്കുന്നത്. ഇതേപോലെ അഹമ്മദിയ ജമാഅത്തിൽ ഇങ്ങനെയുള്ള പിതാക്കളുമുണ്ട്. അവർ കുട്ടികളെ നല്ല രീതിയിൽ തർബിയത്ത് നടത്തുകയും അങ്ങനെ അവർ യുവത്വത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഏതുതരം ത്യാഗത്തിനും തയ്യാറാവുകയും ചെയ്യുന്നു. ആ കുട്ടികൾ കാലത്തിന്റെ ഖലീഫയ്ക്ക് ഇപ്രകാരം എഴുതുന്നു: ആദ്യം എന്റെ മാതാപിതാക്കളാണ് എന്നെ വഖഫ് ചെയ്തതെങ്കിൽ ഇപ്പോൾ ഞാൻ സ്വയം വഖഫ് ചെയ്യുന്നു. എവിടെ വേണമെങ്കിലും ത്യാഗത്തിനായി എന്നെ അയക്കാം. ക്ഷമ കൈക്കൊള്ളുന്നവരിലും സ്ഥിരചിത്തത പ്രകടിപ്പിക്കുന്നവരിലും എപ്പോഴും എന്നെ താങ്കൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. മാത്രമല്ല, മാതാപിതാക്കൾ ചെയ്ത പ്രതിജ്ഞയിൽ നിന്നും പിന്നോട്ട് പോകില്ല എന്നും താങ്കൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. മുസ്ലിം ഉമ്മത്തിലെ ആത്മാർത്ഥരും കൂറുള്ളവരുമായ കുട്ടികൾ ഇവരാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൽ ഉൾപ്പെട്ടതുകൊണ്ടുള്ള കടമകൾ നിറവേറ്റുന്നവർ ഇവരാണ്. മാതാപിതാക്കളുടെ തർബിയത്തും കുട്ടിയുടെ സൽപ്രകൃതവും അവർക്ക് സൃഷ്ടാവിനോടുള്ള കടമ നിറവേറ്റുന്ന രീതി പഠിപ്പിച്ചു കൊടുക്കുകയുണ്ടായി. അതോടൊപ്പം സൃഷ്ടികളോടുള്ള കടമകളും അതിന്റെ സ്ഥാനവും പഠിപ്പിച്ചു കൊടുക്കുകയുണ്ടായി. അവർക്ക് മതവിജ്ഞാനം കരസ്ഥമാക്കുന്നതിനുള്ള താൽപര്യം ജനിപ്പിക്കുന്നു. അത് തങ്ങളുടെ ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം ഇസ്ലാമിനെ പ്രചരിപ്പിക്കാനും മാനവരാശിയെ സേവിക്കാനും പ്രത്യേക ആവേശവും താൽപര്യവും അവരിൽ കാണുന്നു. ജീവനുള്ള സമുദായവും പുരോഗതിയിലേക്ക് കുതിക്കുന്ന സംഘടനകളും ഈ ചിന്തകളെയും വികാരങ്ങളെയും ഈ ആവേശങ്ങളെയും പ്രതിജ്ഞകളെ പാലിക്കുന്നതിനെയും ഒന്നും ഒരിക്കലും മരിക്കാൻ അനുവദിക്കാറില്ലെന്ന കാര്യം നാം ഓർക്കേണ്ടതാണ്. ഈ വികാരങ്ങളെ ജീവസുറ്റതായി നിലനിർത്തുന്നതിനായി എപ്പോഴും ഇവ അയവിറക്കിക്കൊണ്ടിരിക്കുന്നതാണ്. എവിടെയെങ്കിലും അലസതയുണ്ടെങ്കിൽ തന്നെ അത് ദൂരീകരിക്കുന്നതിനായി പ്രവർത്തന രൂപരേഖ ഉണ്ടാക്കുകയും ചെയ്യുന്നു.
ഖിലാഫത്തിന്റെ ഉന്നത പദവി നീ ഉപദേശിച്ചുകൊണ്ടേ ഇരിക്കുക എന്ന ദൈവകൽപ്പന പാലിച്ചുകൊണ്ട് സമയാസമയങ്ങളിൽ ഇവയെല്ലാം ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുക എന്നതാണ്. ജമാഅത്തിന്റെ പുരോഗതിയുടെ വേഗതയ്ക്ക് ഒരു കുറവും ഒരിക്കലും വരാൻ പാടില്ല. അള്ളാഹുവിന്റെ സന്ദേശം ലോകത്ത് എത്തിക്കുന്നതിനായി ഒരു സംഘത്തിന് ശേഷം അടുത്ത സംഘം തയ്യാറായി വരേണ്ടതാണ്. സ്ഥിരമായി ഒഴുകിക്കൊണ്ടിരിക്കുന്ന നദികൾ ഭൂമിയെ ഹരിതാപമായി നിലനിർത്തുന്നു. ഇതേപോലെ ദീനിന് സേവനം ചെയ്യുന്ന തുടർച്ചയായി വരുന്ന സംഘങ്ങൾ ആത്മീയ ജീവൻ നിലനിർത്തുന്നതിന് കാരണമായി തീരുന്നു. കുഴൽ കിണറുകളും തോടുകളും മുഖേന ജലസേചനം നടത്തുന്ന പ്രദേശങ്ങളിലുള്ള കർഷകർക്കറിയാവുന്ന ഒന്നാണ്, ഒരു കൃഷിയിടത്തിൽ വെള്ളം വേണ്ടത്ര ലഭിക്കുന്നതിന് മുമ്പേ വെള്ളം എത്തിക്കുന്ന സ്രോതസ് മുറിഞ്ഞു പോവുകയോ തടസ്സപ്പെടുകയോ ചെയ്താൽ അവിടെ തുടക്കം മുതൽ തന്നെ എല്ലാം ശരിയാക്കി വീണ്ടും വെള്ളം ആദ്യഘട്ടത്തെ പോലെ തന്നെ എത്തിക്കേണ്ടതായി വരും. ഇത് കാരണം സമയവും വെള്ളവും നഷ്ടമാകുന്നു. ഇതേപോലെ ഇസ്ലാഹിനും പ്രചരണത്തിനും തുടർച്ചയായ പ്രവർത്തനമില്ലെങ്കിൽ, അതുമല്ലെങ്കിൽ പ്രയത്നിക്കുന്നവർ ലഭ്യമല്ലെങ്കിൽ ഇവിടെയും മുറിഞ്ഞുകൊണ്ടായിരിക്കും സന്ദേശം എത്തുക. ആ പ്രയത്നം ഫലം നൽകാൻ കാലതാമസം വരുത്തുന്നതാണ്. തർബിയത്ത് തബ്ലീഗ് പ്രവർത്തനങ്ങളിൽ അത് തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നു. അള്ളാഹു പറയുന്നു, ഓരോ സമുദായത്തിൽ നിന്നും ഒരു വിഭാഗം ആളുകൾ അള്ളാഹുവിന്റെ സന്ദേശം എത്തിക്കുന്നതിന്റെ ഒഴുക്ക് ഒരിക്കലും മുറിഞ്ഞു പോകാതെ നിലനിർത്തുന്നവരായി ഉണ്ടായിരിക്കേണ്ടതാണ്. അതുകൊണ്ട് ഞാൻ ഇന്ന് ഇക്കാര്യത്തെ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് റാബി റഹിമഹുല്ലാഹു തആല വഖഫേന പദ്ധതി തുടങ്ങിയിരുന്നു. ദീനിന് സേവനം ചെയ്യുന്ന ഒരു സംഘം എപ്പോഴും ഉണ്ടായിരിക്കണമെന്ന പ്രാർത്ഥനയോട് കൂടിയാണ് അത് തുടങ്ങിയിരുന്നത്. ഈ വെള്ളത്തിന്റെ ഒഴുക്ക് ഒരിക്കലും മുറിഞ്ഞു പോകുന്നതല്ല. ജമാഅത്തിന്റെ സാഹിത്യങ്ങൾ വിവർത്തനം ചെയ്യുന്നവരെ എപ്പോഴും ജമാഅത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നതാണ്. തബ്ലീഗ് തർബിയത്ത് പ്രവർത്തനങ്ങൾ നടത്തുന്ന വലിയൊരു സംഘത്തെ ജമാഅത്തിന് ഇത് മുഖേന ലഭിക്കുന്നതാണ്. ജമാഅത്തിന്റെ സംവിധാനത്തെ ചലിപ്പിക്കുന്ന മറ്റു വകുപ്പുകളിലേക്കും ജീവനം വഖഫ് ചെയ്ത സംഘത്തെ ലഭിച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കും. അതുകൊണ്ട് ഈ കാര്യങ്ങൾ എപ്പോഴും നാം നമ്മുടെ മുമ്പാകെ വെക്കേണ്ടതാണ്. തങ്ങളുടെ മക്കളെ സമർപ്പിച്ചതിന് ശേഷം മാതാപിതാക്കൾ തങ്ങളുടെ കർത്തവ്യങ്ങളിൽ നിന്നും സ്വതന്ത്രരായി തീരുന്നില്ല. കുട്ടികളെ വഖഫേനോ പദ്ധതിയിൽ ഉൾപ്പെടുത്തുക എന്ന വികാരം സ്തുത്യർഹം തന്നെയാണ്. ഓരോ വർഷവും ആയിരക്കണക്കിന് കുട്ടികളെ വഖഫേനോയിൽ ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള അപേക്ഷകൾ വരുന്നുണ്ട്. എന്നാൽ ഈ അപേക്ഷകൾ സമർപ്പിച്ചതിനു ശേഷം മാതാപിതാക്കളുടെ ഉത്തരവാദിത്തം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. ഈ കുട്ടികളെ ലോകത്തെ നാശത്തിൽ നിന്നും രക്ഷപ്പെടുത്തുക എന്ന സുപ്രധാന ലക്ഷ്യത്തിനായി സമർപ്പിക്കാനായി തയ്യാറാക്കാൻ ആദ്യം മാതാപിതാക്കളാണ് പരിശ്രമിക്കേണ്ടത്. തങ്ങളുടെ സമയം കുട്ടികൾക്കായി ചെലവഴിച്ച് തങ്ങളുടേതായ മാതൃക കാണിച്ചുകൊണ്ട് കുട്ടികളെ ആദ്യം അള്ളാഹുമായി ബന്ധപ്പെടുത്തേണ്ടതാണ്. ജമാഅത്ത് സംവിധാനത്തിന്റെ പ്രാധാന്യം, അതിനായി ഏതുതരം ത്യാഗത്തിനും തയ്യാറാകൽ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് ചെറുപ്പത്തിൽ തന്നെ കുട്ടികൾക്ക് ശിക്ഷണം നൽകി തയ്യാറാക്കേണ്ടതാണ്. അങ്ങനെ അവർക്ക് മറ്റൊരു ദിശയിലേക്കും ചിന്തിക്കാൻ കഴിയാതെ വരണം. ബോധം വന്ന നാൾ മുതൽ കുട്ടികൾ വഖഫേനോ പരിപാടികളിലും ജമാഅത്ത് പരിപാടികളിലും പങ്കെടുക്കുന്നവരായി മാറണം. അതോടൊപ്പം അവരുടെ മനസ്സിലും മസ്തിഷ്കത്തിലും ഒരേ ഒരു ചിന്ത രൂഢമൂലമായിരിക്കണം. അത് ഞാൻ എന്നെ ദീനി സേവനത്തിന് വേണ്ടി മാത്രം സമർപ്പിക്കുന്നതാണ്. നിന്റെ ജീവിത ലക്ഷ്യം മതവിജ്ഞാനം കരസ്ഥമാക്കലാണെന്ന് വഖഫേനോ കുട്ടികളുടെ മനസ്സിൽ കൂടുതലായി ഇട്ടുകൊടുക്കേണ്ടതാണ്. മതവിജ്ഞാനം കരസ്ഥമാക്കാൻ അത് നൽകുന്ന ജമാഅത്തിന്റെ സ്ഥാപനങ്ങളിൽ പോകേണ്ടത് നിർബന്ധമാണ്. ജാമിയ അഹമ്മദിയയിൽ പോകുന്ന വഖഫേനോ കുട്ടികളുടെ എണ്ണം വളരെ കൂടുതലായിരിക്കേണ്ടതാണ്. എന്നാൽ എന്റെ മുമ്പിലുള്ള കണക്കുകൾ പറയുന്നത്
പാകിസ്ഥാനെ ഒഴിവാക്കിയാൽ മറ്റു രാജ്യങ്ങളിൽ ഈ എണ്ണം വളരെ കുറവാണ്. सामने हैं उनके मुताबिक പാകിസ്ഥാനിൽ सिवाय पाकिस्तान के അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ मुल्कों में तादाद बहुत थोड़ी है। ഇപ്പോൾ 1033 വഖഫേന കുട്ടികൾ ജാമിയ അഹമ്മദിയയിൽ പഠിക്കുന്നുണ്ട്. ഇന്ത്യയിൽ എന്റെ മുമ്പിൽ വന്ന കണക്ക് പറയുന്നത് 93 കുട്ടികളാണ് പഠിക്കുന്നത്. ഒരുപക്ഷെ വഖഫേന വിഭാഗത്തിന് എണ്ണത്തിൽ തെറ്റുപറ്റിയിരിക്കാമെന്നാണ് ഞാൻ ഊഹിക്കുന്നത്. ഇതിനേക്കാളും എത്രയോ കൂടുതലാണ് വേണ്ടിയിരുന്നത്. ഇതിൽ തെറ്റുണ്ടെങ്കിൽ ഇന്ത്യയിലെ വഖഫേന വിഭാഗം ജാമ്യയിൽ ഇപ്പോൾ എത്ര വഖഫേന കുട്ടികൾ പഠിക്കുന്നുണ്ടെന്ന് അറിയിക്കുക. ജർമ്മനിയിൽ 70 ആണ്. കഴിഞ്ഞ വർഷത്തെ റിപ്പോർട്ടാണിത്. ഇപ്പോൾ അവിടെ 80-ൽ കൂടുതലായിട്ടുണ്ട്. യൂറോപ്പിലെ വിവിധ നാടുകളിലുള്ള കുട്ടികൾ हैं ये रिपोर्ट है पिछले जून तक अब वहाँ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ജർമ്മനിയിലെ കുട്ടികൾ മാത്രമല്ല ഉള്ളത്. കനഡയിലെ ജാമിയ അഹമ്മദിയയിൽ 55 പേരാണുള്ളത്. ഒരുപക്ഷെ അല്പം വർധനവ് ഉണ്ടായിട്ടുണ്ടായിരിക്കാം. ഇതിൽ അമേരിക്കയിലെ കുട്ടികൾ ഉൾപ്പെടും. യുകെയിലെ ജാമിയയിൽ अब कुछ थोड़ी सी तादाद शायद बढ़ गई हो इसमें। കഴിഞ്ഞ വർഷത്തെ കണക്കനുസരിച്ച് 120 പേരാണുള്ളത്. ഒരുപക്ഷെ അംഗസംഖ്യ 10-15 വരെ വർദ്ധിച്ചിരിക്കാം. ഇവിടെ യൂറോപ്പിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കുട്ടികൾ വരുന്നുണ്ട്. ഖാനയിൽ 12 കുട്ടികളാണ് പഠിക്കുന്നത്. അവിടെ ഷാഹിദ് ബിരുദം എടുക്കാനായി ഒരു പുതിയ ജാമിയ തുടങ്ങിയിട്ടുണ്ട്. में 12 है ഒരുപക്ഷെ 12 എന്നത് അതിലെ കണക്കാകാം. ബംഗ്ലാദേശിൽ 23 ആണ്. शुरू हुआ है शायद മൊത്തം ഈ എണ്ണം उसकी तादाद उन्होंने दी। ഓഫീസിന്റെ കണക്കിലുള്ളത് देश में 23 है 1400 ആണ്. कुल ये तादाद എന്നാൽ ഇപ്പോൾ വഖഫേനൗ ആൺകുട്ടികളുടെ മൊത്തം എണ്ണം 28,000-ൽ അടുത്ത് എത്തിയിട്ടുണ്ട്. जबकि നമ്മുടെ മുമ്പാകെ तादाद ലോകം മുഴുവനും പ്രവർത്തന മണ്ഡലമാണ്. 28,000 ഏഷ്യ, ആഫ്രിക്ക, യൂറോപ്പ്, അമേരിക്ക, ഓസ്ട്രേലിയ, ദ്വീപുകൾ तमाम दुनिया का मैदान है। എന്നിവിടങ്ങളിലെല്ലാം നാം എത്തണം. अफ्रीका ഉപഭൂഖണ്ഡങ്ങളിലോ രാജ്യങ്ങളിലോ പട്ടണങ്ങളിലോ മാത്രമല്ല, ഓരോ ഗ്രാമത്തിലും ഓരോ സ്ഥലത്തും ലോകത്തുള്ള ഓരോ വ്യക്തിയിലും हर मुल्क में नहीं, ഓരോ വ്യക്തിക്കും ഇസ്ലാമിന്റെ മനോഹരമായ कस्बे में हर गांव में സന്ദേശത്തെ നമുക്ക് എത്തിക്കേണ്ടിയിരിക്കുന്നു. दुनिया के हर फर्द ഇതിനായി അല്പം ചില മുബല്ലിഗുമാർ പ്രവർത്തിച്ചത് കൊണ്ടായില്ല. इसके लिए चांदे को मुबल्लिगीन കുട്ടിക്കാലത്ത് വഖഫേനൗ ആണെന്നതിൽ കുട്ടികൾ വളരെയധികം സന്തോഷിക്കാറുണ്ട്. बचपन എന്നാൽ होने का ഈ യൂറോപ്യൻ സമൂഹത്തിൽ कि वक्फ न होना മാതാപിതാക്കൾ വേണ്ടത്ര ശ്രദ്ധിക്കാത്തത് കാരണം तो बहुत हो रहा होता है बचपन में। ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ സ്വാധീന വലയത്തിൽ കുടുങ്ങുന്നത് കാരണം माँ बाप की सही तवज्जो न होने തങ്ങളുടെ കൂട്ടുകാരുടെ സദസ്സുകളിൽ की दुनिया കഴിച്ചു കൂട്ടുന്നത് കാരണം ജാമിയയിൽ വരുന്നതിന് പകരം മറ്റു വിഷയങ്ങൾ പഠിക്കുന്നതിലേക്കാണ് കൂടുതൽ ശ്രദ്ധയുണ്ടാകുന്നത്. बैठने की वजह से ചില കുട്ടികൾ ചെറുപ്പത്തിൽ പറയാറുള്ളത് ജാമിയയിൽ പോകണമെന്നാണ്. पढ़ने की तरफ എന്നാൽ 10ാം ക്ലാസ് പാസ്സായി കഴിഞ്ഞാൽ അവരുടെ താൽപര്യങ്ങൾ മാറുന്നു. छोट बचपन में तो कहते हैं जामे में जाना है, ചില കുട്ടികൾ നല്ല കഴിവുള്ളവരുണ്ടാകും. सेकेंडरी स्कूल पास करते हैं, അവരുടെ ബുദ്ധി പ്രത്യേക വിഷയത്തിലേക്ക് താൽപര്യമുള്ളതായിരിക്കും. बच्चे बच्चे അവർക്ക് ഏതിലേക്കാണ് താൽപര്യമെന്ന് ചെറുപ്പത്തിലെ മനസ്സിലാകുന്നു. ചില വിഷയങ്ങളിൽ അവർക്ക് പ്രത്യേകം താൽപര്യമുണ്ടാകുന്നു. ഉദാഹരണമായി സയൻസിന്റെ ചില വിഷയങ്ങളിൽ അവർക്ക് പ്രത്യേക താൽപര്യമുണ്ടാകും. അതിൽ അവരുടെ ബുദ്ധിയും ശരിക്കും പ്രവർത്തിക്കുന്നുണ്ടാകും. അങ്ങനെയുള്ളവരെ അപ്പിത വിഷയം പഠിപ്പിക്കുന്നതിലേക്ക് തിരിച്ചുവിടുക തന്നെ വേണം. उनको यकीन है എന്നാൽ അധികം പേരും मजमून को लेने में वो मज़ामीन पढ़ അന്ധമായ അനുകരണം കാരണം 10ാം ക്ലാസ് പാസ്സായതിനു ശേഷമാണ് തങ്ങളുടെ വിഷയം തിരഞ്ഞെടുക്കുന്നത്. എന്നെ കാണാൻ വരുന്ന കുട്ടികളോട് ഞാൻ ചോദിക്കുമ്പോൾ स्कूल करने के बाद अपने मज़ामीन का इंतखाब करते हैं। അവർ 10ാം ക്ലാസ് अक्सर बच्चे जब मुझे मिलते हैं കഴിഞ്ഞവരായിരിക്കും. ഇവിടെ 10 എന്നാണ് പറയാറുള്ളത്. കനഡയിൽ 10ാം ക്ലാസ്സിന് ഗ്രേഡ് എന്നാണ് പറയാറുള്ളത്. 10 कहलाता है, 10ാം ക്ലാസ് വരെ ഏത് വിഷയമാണ് എടുക്കേണ്ടത് എന്ന് അവർ ഒന്നും തീരുമാനിച്ചിട്ടുണ്ടാവുകയില്ല. 10वीं और കുട്ടികളുടെ മനസ്സിൽ ചെറുപ്പത്തിൽ തന്നെ മാതാപിതാക്കൾ ഇട്ടുകൊടുക്കേണ്ടത് प्लान बना ही होता कि हमने कौन से मज़ामीन लेने हैं। बस अगर माँ बाप की तरबियत शुरू में ऐसी हो कि बच्चे के जहन में बैठ जाए ഞാൻ വഖഫേനൗ ആണെന്നും जो कुछ എന്റേതെല്ലാം ജമാഅത്തിന്റേതാണ്, ഞാനും ജമാഅത്തിന്റേതാണ് എന്ന ചിന്തയാണ്. അങ്ങനെയാണെങ്കിൽ ശരിയായ വികാരത്തോടുകൂടി ഈ കുട്ടികൾ പ്രവർത്തിക്കുന്നതായിരിക്കും. മാത്രമല്ല ഏത് വിഷയം എടുക്കണം എന്ന കാര്യത്തിലേക്കൊക്കെ
ജമാഅത്തിനോടും കേന്ദ്രത്തോടും ചോദിക്കണം എന്ന ചിന്ത അവരിൽ ഉണ്ടായിത്തീരുന്നതുമാണ്. ഞാൻ പറഞ്ഞതുപോലെ അഹമ്മദിയ ജമാഅത്തിൽ മാത്രമാണ് ഇങ്ങനെയുള്ള മാതാപിതാക്കൾ ഉള്ളത്. അവർ ഒരു താല്പര്യത്തോടു കൂടിയാണ് കുട്ടികളെ വഖഫ് ചെയ്യുന്നത്. അതോടൊപ്പം കുട്ടികൾ ജമാഅത്തിന് സേവനം ചെയ്യുന്നവരും വഖഫിന്റെ ആത്മാവ് നിലനിർത്തുന്നവരുമായി തീരണം എന്ന വികാരത്തോടുകൂടി അവർക്ക് ശിക്ഷണം നൽകുകയും ചെയ്യുന്നു. എന്നാൽ വഖഫെ നൗവിലേക്ക് കുട്ടികളെ അയക്കുന്ന ഭൂരിഭാഗവും कायम करने वाले ഈ രീതിയിൽ തർബിയത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് നമുക്ക് പറയാൻ ആവില്ല. അതുകൊണ്ട് अपने बच्चों को वक्फे नौ में भेजती है। തങ്ങളുടെ മക്കളെ വഖഫെ നൗവിലേക്ക് അയക്കുന്ന മാതാപിതാക്കൾ बस ജമാഅത്തിന് അവർ നൽകുന്ന उन माँ बाप ഈ പാരിതോഷികത്തിന് വേണ്ടി वक्फे नौ അവർ തങ്ങളുടെ കടമകൾ പൂർണ്ണമായി നിറവേറ്റിയിട്ടുണ്ടോ എന്ന് ഒരാത്മാ പരിശോധന നടത്തേണ്ടിയിരിക്കുന്നു. अपना हक किस हद तक अदा कर, ഈ പാരിതോഷികത്തെ എത്രമാത്രം ഭംഗിയായി നൽകാൻ അവർ ശ്രമിക്കുന്നുണ്ട്, किस हद എന്തുമാത്രം ഹൃദ്യമായിക്കൊണ്ടാണ് ജമാഅത്തിന് നൽകാൻ അവർ പരിശ്രമിക്കുന്നത്, അവരുടെ കടമകൾ എത്രമാത്രം അവർ നിറവേറ്റുന്നുണ്ട്. ഈ നാട്ടുകളിൽ എല്ലാവിധ സ്വാതന്ത്ര്യവും ലഭ്യമാണ്. ഇവിടെ താമസിക്കുമ്പോൾ പ്രത്യേകമായ ശ്രദ്ധയും മേൽനോട്ടവും അനിവാര്യമാണ്. खास तौर पर बहुत तवज्जो और निगरानी की जरूरत है। इसी तरह एशिया और अफ्रीका के गरीब मुल्कों में भी बच्चे को वक्फ करके बेपरवाह न हो जाए। ഇതേപോലെ ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും ദരിദ്ര നാടുകളിലും കുട്ടികളെ വഖഫ് ചെയ്ത് അശ്രദ്ധരായി തീരരുത്. वाकफी ने 9 बच्चों को भी മറിച്ച് പ്രത്യേകമായ പരിശ്രമം ഇക്കാര്യത്തിൽ ചെയ്യേണ്ടത് മാതാവിന്റെയും പിതാവിന്റെയും കടമയാണ്. 12-13 വയസ്സ് പ്രായത്തിലെത്തിയ വഖഫേന കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, का इस बात को खुश न हो जाए कि आप वक्फे 9 हैं। നിങ്ങൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുക, നിങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് ആലോചിക്കുക. വഖഫേനോ ആണെങ്കിൽ आपने हासिल करना है, उसकी तरफ तवज्जो ആണെന്നതിൽ സന്തോഷിച്ചാൽ പോരാ. നിങ്ങളുടെ ലക്ഷ്യം എന്താണെന്ന് മനസ്സിലായാൽ മാത്രമേ നിങ്ങളുടെ പ്രാധാന്യം എത്രമാത്രമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. നിങ്ങൾ എന്ത് കരസ്ഥമാക്കണമെന്നതിലേക്ക് ശ്രദ്ധയുണ്ടായിത്തീരേണ്ടതാണ്. 15 വയസ്സുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അവരുടെ പ്രാധാന്യവും ഉത്തരവാദിത്തവും നല്ല നിലയിൽ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. ഈ ആയത്തുകളിൽ മാതാപിതാക്കളുടെയോ ജമാഅത്ത് സംവിധാനത്തിന്റെയോ ചില ആളുകളുടെയോ ആഗ്രഹം മാത്രമല്ല വിവരിച്ചിരിക്കുന്നത്, बयान नहीं हुआ, बल्कि മറിച്ച് बच्चों को भी तवज्जो दिलाई കുട്ടികളെയും ഇവിടെ പല കാര്യങ്ങളും ഉണർത്തിയിട്ടുണ്ട്. बच्चे में पैदा होनी चाहिए। ഈ ആയത്തുകളുടെ വെളിച്ചത്തിൽ इस तवज्जो ഞാൻ പറയുകയാണ്, जो आयत में आई है कि उसके എല്ലാ വഖഫേനോ കുട്ടികളിലും ഉണ്ടായിരിക്കേണ്ട ഒന്നാമത്തെ കാര്യം पैदाइश से पहले അവരുടെ മാതാവ് അവരുടെ ജനനത്തിനു മുമ്പേ के लिए उस ഒരു മഹത്തായ ലക്ഷ്യത്തിനായി അവരെ സമർപ്പിക്കാനുള്ള ആഗ്രഹം തന്റെ മനസ്സിൽ വെക്കുകയുണ്ടായി. फिर इस ख्वाहिश के पूरा होने ഈ ആഗ്രഹം പൂർത്തിയാക്കുന്നതിനായി വളരെ വിനയത്തോടുകൂടി പ്രാർത്ഥിക്കുകയും ചെയ്തു. बच्चे को അതുകൊണ്ട് अपने माँ बाप മാതാവിന്റെയും പിതാവിന്റെയും, ख्वाहिश കാരണം പിന്നീട് ഇതിൽ പിതാവും ഉൾപ്പെടുന്നു, उनकी ആഗ്രഹങ്ങളെ ആദരിച്ചുകൊണ്ട് का एहतराम करते हुए अपने आप को अल्लाह ताला की नजर होने का हक ആ ആഗ്രഹ പൂർത്തീകരണത്തിന് താൻ നേർച്ചയായി തീരുന്നതിനായി പരിശ്രമിക്കേണ്ടിയിരിക്കുന്നു. सकता है। തന്റെ ചിന്തയും വികാരവും വാക്കും പ്രവൃത്തിയും അള്ളാഹുവിന്റെ പ്രീതിക്കനുസരിച്ച് ആക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഇത് കരസ്ഥമാക്കാൻ സാധിക്കുകയുള്ളൂ. दूसरी बात ये രണ്ടാമത്തെ കാര്യം, कि अपने माँ बाप के लिए നിങ്ങളെ ഇതിൽ ഉൾപ്പെടുത്തിയതുകൊണ്ട് മാതാപിതാക്കൾ നിങ്ങളോട് വലിയ ഒരു ഔദാര്യമാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അള്ളാഹു അവരോട് കരുണ ചെയ്യട്ടെ എന്ന് कि अल्लाह ताला उन पर रहम फरमाए। അവർക്കായി പ്രാർത്ഥിക്കുക. वहाँ आपकी तरबियत के लिए उनकी तरफ से उठने वाले അതോടൊപ്പം നിങ്ങളുടെ ശിക്ഷണത്തിനായി അവർ വെക്കുന്ന ഓരോ കാൽവെപ്പിനെ കുറിച്ചും നിങ്ങൾക്ക് വിലമതിപ്പുണ്ടാകണം. എന്റെ മാതാപിതാക്കൾ തങ്ങളുടെ പ്രതിജ്ഞ പാലിക്കുന്നതിനായി ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഞാനും മാറേണ്ടതാണെന്ന വികാരം നിങ്ങളിലും ഉണ്ടായിത്തീരേണ്ടതാണ്. दिली से कबूल करना, അവരുടെ ശിക്ഷണത്തെ സന്തോഷത്തോടെ സ്വീകരിക്കേണ്ടതാണ്. माँ बाप के अहद മാതാപിതാക്കളുടെ പ്രതിജ്ഞയ്ക്ക് ഒരിക്കലും ഒരു ന്യൂനവും വരുത്താൻ ഇടവരുത്തരുത്. ദീനിന് ദുന്യാവിനേക്കാൾ മുൻഗണന നൽകുമെന്ന പ്രതിജ്ഞ ഏറ്റവും ശക്തമായ നിലയിൽ പൂർത്തിയാക്കേണ്ടത് सबसे पहले എന്റെ കടമയാണെന്ന് ഒരു വഖഫേനോ കുട്ടി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. तीसरे ये മൂന്നാമത്തെ കാര്യം, कि रजा के അള്ളാഹുവിന്റെ പ്രീതി കരസ്ഥമാക്കുന്നതിനായി എല്ലാ ത്യാഗത്തിനും ക്ഷമയും
സ്ഥിരചിത്തതയും പ്രകടമാക്കുമെന്ന് പ്രതിജ്ഞയെടുക്കുക. बड़े हालात हों എന്ത് തന്നെ കഠിനമായ അവസ്ഥ നേരിടേണ്ടി വന്നാലും ഞാൻ എന്റെ വഖഫിന്റെ പ്രതിജ്ഞ ഏത് സ്ഥിതിയിലും നിറവേറ്റുന്നതാണെന്ന് അവൻ മനസ്സിലാക്കണം. ഭൗതികമായ ഒരു അത്യാഗ്രഹവും എന്നെ വഖഫിന്റെ പ്രതിജ്ഞയിൽ നിന്നും തെറ്റിക്കുന്നതായി തീരില്ല. अब तो अल्लाह ताला के അള്ളാഹു ജമാഅത്തിന് ഇപ്പോൾ अल्लाह ताला വലിയ അനുഗ്രഹങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. खिलाफत सानिया में के दौर में രണ്ടാം ഖിലാഫത്ത് കാലത്ത് ചില സന്ദർഭങ്ങളിൽ मौकों पर ചില വർഷങ്ങളിൽ कादियान में കാദിയാനിൽ हालात भी आए സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം बड़ी तंगी थी ജമാഅത്തിന്റെ ജോലിക്കാർക്ക് कई कई മാസങ്ങളോളം അവർക്ക് നിശ്ചയിച്ചിരുന്ന തുച്ഛമായ അലവൻസ് പോലും പൂർണ്ണമായി നൽകാൻ സാധിച്ചിരുന്നില്ല. में ഹിജ്റത്തിന് ശേഷം റബുബയിൽ ആരംഭകാലത്ത് അങ്ങനെയുള്ള അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഈ അവസ്ഥകളെല്ലാം ഉണ്ടായിട്ടുകൂടി जिंदगी ने ജീവിതം വഖഫ് ചെയ്തവർ, ആ കാലഘട്ടത്തിൽ വഖഫ് ചെയ്തവർ പരാതികൾ പറഞ്ഞുകൊണ്ട് തങ്ങളുടെ ജോലികളിൽ നിന്നും വിട്ടുനിന്നിട്ടില്ല. 1970-ലും की बातें हैं 80-ലും तिहाई में ആഫ്രിക്കയിലെ ചില നാടുകളിൽ ऐसे हालात ഇങ്ങനെയുള്ള കട്ടപ്പാടുകളുടെ അവസ്ഥ നേരിടേണ്ടി വന്നിട്ടുണ്ട്. से मिलता था അവർ വളരെ കഷ്ടപ്പെട്ടാണ് ജീവിച്ചത്. ജമാഅത്ത് അവർക്കായി നിശ്ചയിച്ചിരുന്ന അലവൻസ് 15-20 ദിവസത്തിനുള്ളിൽ തീർന്നു പോകുമായിരുന്നു. പ്രാദേശിക വാക്ഫീനുകൾക്ക് ഒരു ദിവസം ഒരു നേരത്തെ ഭക്ഷണത്തിന് മാത്രമേ ആ അലവൻസ് മതിയാകുമായിരുന്നുള്ളൂ. എന്നിട്ടും അവർ തങ്ങളുടെ വഖഫിന്റെ പ്രതിജ്ഞ നിറവേറ്റിക്കൊണ്ടിരുന്നു. തബ്ലീഗ് പ്രവർത്തനത്തിൽ ഒരു കുറവും വരാൻ അവർ അനുവദിച്ചില്ല. നാലാമത്തെ കാര്യം, उन लोगों में शामिल നന്മയെ വ്യാപിപ്പിക്കുകയും തിന്മയെ के लिए कोशिश करना തടയുകയും ചെയ്യുന്നവരിൽ തങ്ങളെ ഉൾപ്പെടുത്താൻ ശ്രമിക്കുകയും ആ വികാരത്തെ ഉത്തേജിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. करना തങ്ങളുടെ ഉന്നത സ്വഭാവ ഗുണങ്ങൾ സ്ഥാപിക്കുക. ഉന്നത സ്വഭാവ ഗുണങ്ങൾ സ്ഥാപിക്കാൻ ശ്രമിച്ചാൽ सरजद हो നന്മകൾ നിങ്ങളിൽ നിന്നും പുറപ്പെടും. അതോടൊപ്പം തിന്മയിൽ നിന്നും സ്വയം രക്ഷപ്പെടുകയും ചെയ്യും. അപ്പോൾ ജനശ്രദ്ധ നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുന്നതാണ്. रही जो खुद ब खुद पैदा होती है लोगों की नजर पड़ेगी ജനങ്ങൾ നിങ്ങളെ ശ്രദ്ധിക്കാൻ തുടങ്ങും. तो मौका भी मिलेगा ഈ ഒരു വികാരം നിങ്ങളിൽ पैदा करना बहुत जरूरी ഉണ്ടാക്കിയെടുക്കുകയും അതിനായി പരിശ്രമിക്കുകയും ചെയ്യേണ്ടതാണ്. അഞ്ചാമത്തെ കാര്യം, है पहचान के लिए നന്മതിന്മകളെക്കുറിച്ച് തിരിച്ചറിവ് ഉണ്ടായിത്തീരുന്നതിന് ഖുർആന്റെയും ഹദീസിന്റെ ജ്ഞാനം കരസ്ഥമാക്കേണ്ടതാണ്. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഗ്രന്ഥങ്ങളും അദ്ദേഹത്തിന്റെ ഉപദേശങ്ങളും വായിക്കണം. നിങ്ങളുടെ മതവിജ്ഞാനം വർദ്ധിപ്പിക്കുന്നതിനായി എപ്പോഴും പരിശ്രമിക്കണം. ജാമിയ അഹമ്മദിയയിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് മതവിജ്ഞാനം അവിടെ നിന്ന് दी जाती है ലഭിക്കുന്നതാണ്. लेकिन എന്നാൽ पास करना അവിടെ നിന്നും വിജയിച്ച് ये नहीं समझ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ क्या मेरे इल्म എന്റെ അറിവ് പൂർണ്ണമായെന്ന് കരുതരുത്. മറിച്ച് അറിവിനെ എപ്പോഴും വർദ്ധിപ്പിക്കാനായി ശ്രമിക്കേണ്ടതാണ്. दफा का तो ഒരു പ്രാവശ്യം കരസ്ഥമാക്കിയ മതവിജ്ഞാനം उस वक्त फायदा ഫലപ്രദമായി തീരുന്നത് रसा रहता है जब तक അതിനോടൊപ്പം പുതിയ അറിവ് കരസ്ഥമാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ്. शामिल होता रहे ताजा पानी उसमें मिलता रहे അതിന് സേചനം ചെയ്യാൻ വെള്ളം കിട്ടിക്കൊണ്ടിരിക്കണം. नहीं पढ़ रहे ഇതേപോലെ ജാമ്യയിൽ പഠിക്കാത്തവർ അവരും മതവിജ്ഞാനം കരസ്ഥമാക്കാൻ ശ്രമിക്കണം. दुनियावी तालीम ഭൗതിക പഠനം കരസ്ഥമാക്കുന്ന വഖഫേന കുട്ടികൾ തങ്ങൾക്ക് മതപഠനം വേണ്ടെന്ന് വെക്കരുത്. लिटरेचर നിങ്ങൾക്ക് ലഭിക്കുന്നത്ര സാഹിത്യങ്ങൾ വായിക്കുക. उनको पढ़ने की तरफ तवज्जो देनी चाहिए कुरान करीम का വിശുദ്ധ ഖുർആന്റെ തർജ്ജമയും വ്യാഖ്യാനവും പഠിക്കുന്നതിലേക്ക് ശ്രദ്ധയുണ്ടായിരിക്കണം. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഗ്രന്ഥങ്ങൾ जुबानों में നിങ്ങളുടെ ഭാഷയിലുള്ളത് വായിക്കേണ്ടതാണ്. छठी बात जिसका अल्लाह ताला ने हुक्म അള്ളാഹു നമ്മുടെ ശ്രദ്ധ ക്ഷണിച്ചിരിക്കുന്ന ആറാമത്തെ കാര്യം, वो है अमली तौर पर तबलीग के मैदान ഇതിലേക്ക് വഖഫേന കുട്ടികൾ ശ്രദ്ധിക്കേണ്ടതാണ്. തബ്ലീഗ് രംഗത്തേക്ക് വഖഫേന കുട്ടികൾ എടുത്തു ചാടുക എന്നതാണ്. ചില വഖഫേന പെൺകുട്ടികൾ പരാതി പറയാറുള്ളത് ഞങ്ങൾക്ക് പഠിക്കാൻ ജാമ്യ ഇല്ല എന്നാണ്. यानी दीनी तालीम का हम മതപഠനം ഞങ്ങൾക്ക് കരസ്ഥമാക്കാൻ इल्म हम हासिल नहीं कर सकते സാധിക്കുന്നില്ല. हासिल नहीं कर सकते अगर अपने तौर पर जो ഞാൻ പറഞ്ഞതുപോലെ पढ़े അവർ സ്വയം പഠിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അവരുടെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് दायरा है അവർക്ക് उसमें तबलीग തബ്ലീഗ് ചെയ്യാൻ സാധിക്കുന്നതാണ്. मौका मिलेगा उसके लिए അതിനുള്ള जब तबलीग की तरफ तो സാഹചര്യം ലഭിക്കുന്നതാണ്. फिर मजीद तैयारी ഇതിലേക്ക് ശ്രദ്ധ ഉണ്ടായാൽ इस तरह അതോടൊപ്പം दीनी അവസരം ലഭിക്കുകയും ചെയ്താൽ तो जो पैदा होती
കാര്യങ്ങൾ മനസ്സിലാക്കാൻ കൂടുതൽ ശ്രദ്ധ ഉണ്ടായിത്തീരുന്നതാണ്. അങ്ങനെ മതപഠനം കരസ്ഥമാക്കുന്നതിലേക്ക് കൂടുതൽ ശ്രദ്ധ ഉണ്ടായിത്തീരുകയും ചെയ്യും. അതുകൊണ്ട് തബ്ലീഗ് മൈതാനം എല്ലാവർക്കും തുറന്നു കിടക്കുകയാണ്. ഓരോ വഖഫേന കുട്ടിയും ഇതിലേക്ക് എടുത്തു ചാടേണ്ടതാണ്. चढ़कर हर वक्त ഇതിൽ ഓരോരുത്തരും കൂടുതൽ കൂടുതൽ പങ്കാളികളാകേണ്ടതാണ്. सोचकर हिस्सा लेना चाहिए। ലോകർ उस वक्त तक തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പതാകക്ക് കീഴിൽ വരുന്നതുവരെ ഞാൻ സ്വസ്ഥമായി ഇരിക്കില്ലെന്ന് അവർ പ്രതിജ്ഞ എടുക്കേണ്ടതാണ്. ഈ വികാരവും ആവേശവുമാണ് നിങ്ങളെ മതവിജ്ഞാനം വർദ്ധിപ്പിക്കുന്നതിലേക്ക് ശ്രദ്ധ തിരിക്കുക. തബ്ലീഗിലേക്കും നിങ്ങളുടെ ശ്രദ്ധ തിരിക്കുന്നത് ഇതാണ്. अपनी बात हर वक्त जिंदगी ഓരോ വഖഫേന കുട്ടിയും ശ്രദ്ധിക്കേണ്ട ഏഴാമത്തെ കാര്യം, कि वो അവർ ग्रोह में शामिल ലോകത്തെ जिन्होंने നാശത്തിൽ നിന്നും സംരക്ഷിക്കുന്ന സംഘത്തിൽ അംഗമായിരിക്കുകയാണ് എന്നോർക്കണം. നിങ്ങളുടെ പക്കൽ അറിവുണ്ടെങ്കിലും നിങ്ങൾക്ക് അവസരവും ലഭിക്കുന്നുണ്ടെങ്കിലും ലോകരെ നാശത്തിൽ നിന്നും രക്ഷിക്കാനുള്ള യഥാർത്ഥ വികാരം നിങ്ങളിലില്ലെങ്കിൽ, को तबाही से മാനവരാശിയെ വിപത്തിൽ നിന്ന് രക്ഷിക്കണമെന്ന വേദന നിങ്ങളുടെ ഹൃദയത്തിലില്ലെങ്കിൽ, तो एक तड़प के साथ ഒരു പ്രത്യേക ആവേശത്തോടുകൂടി ഉണ്ടാകേണ്ട പ്രയത്നം ഉണ്ടാകുന്നതല്ല. हो सकता है उसमें उस അതിൽ വേണ്ട രീതിയിൽ बस अल्लाह ताला के पैगाम को पहुंचाने के लिए അനുഗ്രഹവും വർഷിക്കപ്പെടാതിരിക്കും. अपनी कोशिशों के അതിനാൽ അള്ളാഹുവിന്റെ സന്ദേശം तो जो दिन എത്തിക്കുന്നതിൽ വേദന തിങ്ങുന്ന ഒരു ഹൃദയം നിങ്ങളിൽ ഉണ്ടാകുന്നതോടൊപ്പം വേദനാനിർഭരമായ പ്രാർത്ഥനയും അനിവാര്യമാണ്. വേദനാനിർഭരമായ ഈ പ്രാർത്ഥനകളാണ് നമ്മുടെ ലക്ഷ്യങ്ങളിൽ നമുക്ക് വിജയം നൽകി അനുഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഓരോരുത്തരും മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ പ്രാർത്ഥനയുടെ പരിധി നമുക്ക് ചുറ്റും മാത്രം ഒതുക്കാൻ പാടില്ല. മറിച്ച് ഇതിന്റെ കൈവഴികൾ हर तरफ നാനാഭാഗത്തും ഒഴുകിക്കൊണ്ടിരിക്കണം. ताकि कोई इंसान അള്ളാഹു നമുക്ക് उस फैज ഇക്കാലത്ത് നൽകിയിരിക്കുന്ന ഈ അനുഗ്രഹത്തിൽ നിന്ന് जो ഒരാളും തന്നെ ताला ने आज हमें अता फरमाया വിട്ടുനിൽക്കാതിരിക്കട്ടെ. चाहिए कि हमारे मकासद का हसूल നമ്മുടെ ലക്ഷ്യപ്രാപ്തി പ്രാർത്ഥന കൂടാതെ, യഥാർത്ഥ വികാരവും സഹാനുഭൂതിയും നിറഞ്ഞ പ്രാർത്ഥന കൂടാതെ കരസ്ഥമാക്കാനാവില്ലെന്ന് നാം അറിഞ്ഞിരിക്കേണ്ടതാണ്. बस അതിനാൽ ഈ ചിന്തയാണ് और ये सोच है ഒരു യഥാർത്ഥ जो एक हकीकी വഖഫന കുട്ടിക്ക് और वक्फ जिंदगी ഉണ്ടായിത്തീരേണ്ടത്. होनी चाहिए। इसके बगैर ഇതൊന്നുമില്ലാതെ कामयाबी की उम्मीद വിജയപ്രതീക്ഷ വെക്കുക എന്നത് വെറും ദിവാസ്വപ്നമാണ്. सिर्फ वक्फ नौ और ഇതൊന്നുമില്ലാത്തതാണ് നമ്മുടെ ജീവിതമെങ്കിൽ വഖഫേനോ എന്നതും വഖഫെ സിന്ദഗി എന്നതും വെറും ഒരു സ്ഥാനപ്പേര് മാത്രമായി തീരുന്നതാണ്. ഇതിന് ഒരു വിലയും നിലയും ഉണ്ടായിരിക്കില്ല. सिर्फ टाइटल लेना ഒരു സ്ഥാനപ്പേര് കരസ്ഥമാക്കുക എന്നതായിരുന്നില്ല നിങ്ങളുടെ ഉദ്ദേശം. जिन्होंने അതേപോലെ നിങ്ങളെ ഈ ത്യാഗത്തിനായി സമർപ്പിച്ച മാതാപിതാക്കളുടെ ലക്ഷ്യവും ഇതായിരുന്നില്ല. जैसा कि मैं बयान कर ഞാൻ പറഞ്ഞു വന്നതുപോലെ माँ बाप के लिए മാതാപിതാക്കളും और वाकफीन വഖഫേനോ കുട്ടികളും ये जरूरी है। തങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റേണ്ടത് നിർബന്ധമാണ്. मैं दोबारा इस तरफ तो जो दिलाना चाहता ഞാൻ വീണ്ടും ഇക്കാര്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കാൻ ആഗ്രഹിക്കുകയാണ്. ലോകത്ത് മതത്തെ പ്രചരിപ്പിക്കാനായി മതവിജ്ഞാനം അനിവാര്യമാണ്. ഈ അറിവ് ഏറ്റവും കൂടുതലായി ലഭിക്കുന്നത് മതവിജ്ഞാനം നൽകാനായി സ്ഥാപിച്ചിരിക്കുന്ന സ്ഥാപനങ്ങളിൽ നിന്നാണ്. खाना हो और ये इदारा അഹമ്മദിയ ജമാഅത്തിൽ ഈ സ്ഥാപനങ്ങളെ ജാമിയ അഹമ്മദിയ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ताला के फजल से ഇന്ന് അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ मैंने बताया कि जामियात सिर्फ पाकिस्तान ये ജാമിയകൾ പാകിസ്ഥാനിലോ കാദിയാനിലോ മാത്രമല്ല ഉള്ളത്. മറിച്ച് ഞാൻ പറഞ്ഞതുപോലെ यूके में भी है, യുകെയിലും पेश किया ജർമ്മനിയിലും जर्मनी में भी है ഇന്തോനേഷ്യയിലും കാനഡയിലും और घाना में भी ഘാനയിലും എല്ലാം ഉണ്ട്. शाहिद करवाने के लिए नया जामिया അവിടെ ഷാഹിദ് ബിരുദം നൽകാനുള്ള പുതിയ ജാമ്യ തുടങ്ങിയിട്ടുണ്ട്. ഘാനയിൽ മുമ്പും ജാമ്യ ഉണ്ടായിരുന്നു. അവിടെ അപ്പോൾ 3 വർഷ കോഴ്സ് പഠിച്ച മുഅല്ലിമീങ്ങളാണ് തയ്യാറായിരുന്നത്. ഇപ്പോൾ ഘാനയിൽ തുടങ്ങിയ ജാമിയ അഹമ്മദിയ ഇത് ഷാഹിദ് മുബല്ലിഗുമാരെ തയ്യാറാക്കുന്നതാണ്. अफ्रीका के അവർ ഇപ്പോൾ ആഫ്രിക്കയിലെ ജമാഅത്തുകളിലാണ് പ്രവർത്തിക്കുക. इसी तरह बांग्लादेश ഇതേപോലെ ബംഗ്ലാദേശിലും ജാമിയ അഹമ്മദിയ ഉണ്ട്. तबलीग का काम തബ്ലീഗ് പ്രവർത്തനം बहुत वसी काम വളരെ വിശാലമായ പ്രവർത്തനമാണ്. और ये बकायदा ഇത് കൃത്യമായി तरबियत याफ्ता ശിക്ഷണം ലഭിച്ച മുബല്ലിഗുമാർ മുഖേനയാണ്
ज्यादा बेहतर तौर पर നല്ല രീതിയിൽ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. वाकफी ने 9 को അതിനാൽ വഖഫെ നൗ കുട്ടികളിൽ ज्यादा से ज्यादा കൂടുതൽ പേരും या वाकफी ने 9 की ज्यादा से ज्यादा तादाद ജാമിയ അഹമ്മദിയയിലേക്ക് വരേണ്ടതാണ്. आना चाहिए, जबकि जो എന്നാൽ ഞാനിപ്പോൾ സമർപ്പിച്ച കണക്കുകളനുസരിച്ച് ഓരോ നാട്ടിലും ഓരോ പ്രദേശത്തും जैसा कि मैंने कहा അടുത്ത ഭാവിയിൽ എന്നല്ല मुस्तकबिल करीब क्या बल्कि दूर में भी വിദൂര ഭാവിയിൽ പോലും हर जगह मुबल्लिग മുബല്ലിഗുമാരെ അയക്കാൻ സാധ്യമല്ല. तक പൂർണ്ണ कुल वक्ती और मुअल्लिम സമയവും और मुबल्लिगीन പ്രവർത്തിക്കുന്ന മുഅല്ലിമീങ്ങളും മുബല്ലിഗുമാരും ഇല്ലാത്ത കാലത്തോളം तब्दीली വിപ്ലവകരമായ तबलीगी प्रोग्राम തബ്ലീഗ് പ്രവർത്തനങ്ങൾ बहुत मुश्किल है। നടത്തുക വളരെ പ്രയാസമായിരിക്കും. इस वक्त दुनिया भर से ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും रिपोर्ट आई हैं ഈ വകുപ്പിലേക്ക് വന്നിരിക്കുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ इनके पास ഇത് 2012 ജൂലൈ വരെയുള്ള കണക്കാണ്. ऊपर के वाकफी ने ഇതിന്റെ അടിസ്ഥാനത്തിൽ 15 വയസ്സിന് മുകളിലുള്ള വഖഫേന കുട്ടികളുടെ എണ്ണം 25,000 ആണ്. जिसमें से ഇതിൽ ആൺകുട്ടികൾ 14,988 ആണ്. और इनमें पाकिस्तान के ഇതിൽ പാകിസ്ഥാനിലെ വഖഫേന കുട്ടികൾ 187 हैं। 10,687 पाकिस्तान के बाद जर्मनी ആണ്. വഖഫേന പാകിസ്ഥാന് ശേഷം ജർമ്മനിയിലാണ് ഏറ്റവും കൂടുതൽ വഖഫേന കുട്ടികളുള്ളത്. 1887 ആൺകുട്ടികളും 1155 പെൺകുട്ടികളും. ഇതിനുശേഷം ഇംഗ്ലണ്ടാണ്, 918 ആൺകുട്ടികളാണ്. മൊത്തം ഇവരുടെ കണക്ക് 1758 ആണ്. जर्मनी में भी और यूके में भी 800-ൽ കൂടുതൽ പെൺകുട്ടികളുണ്ട്. ജാമിയ അഹമ്മദിയയിൽ വരുന്നവരുടെ എണ്ണം ജർമ്മനിയിലും യുകെയിലും വളരെ കുറവാണ്. ഈ രണ്ട് ജാമിയകളിൽ യൂറോപ്പിലെ വിവിധ നാടുകളിൽ നിന്നും വിദ്യാർത്ഥികൾ വരുന്നുണ്ട്. ഇങ്ങനെ നോക്കുമ്പോൾ ഈ എണ്ണം ഒന്നുകൂടി കുറയുന്നതാണ്. അമേരിക്കയിലും കാനഡയിലും ഉള്ള ജാമിയയിലും എണ്ണം കുറവാണ്. ജമാഅത്തുകൾ മുറബിമാരെയും മുബല്ലിഗുമാരെയും ആവശ്യപ്പെടാറുണ്ട്. അതിനാൽ വഖഫേന കുട്ടികളെ ജാമിയയിലേക്ക് അയക്കാനും ശ്രമിക്കേണ്ടതാണ്. कनाडा और अमेरिका में കാനഡയിലും അമേരിക്കയിലും ഇപ്പോൾ 15 വയസ്സിന് മുകളിലുള്ള കുട്ടികൾ 800 ആണ്. अगर इनको तैयार किया ഇവരെ തയ്യാറാക്കി കഴിഞ്ഞാൽ 2 साल അടുത്ത 2 വർഷത്തിനുള്ളിൽ ജാമിയയിൽ പ്രവേശിക്കുന്നവരുടെ എണ്ണം നല്ലതുപോലെ വർദ്ധിപ്പിക്കാൻ സാധിക്കും. सिर्फ मुरब्बी मुबल्लिग के लिए മുറബിയും മുബല്ലിഗും ആക്കാൻ വേണ്ടി മാത്രമല്ല, जामे में पढ़ के ജാമിയയിൽ പഠിച്ച് करके മതവിജ്ഞാനം കരസ്ഥമാക്കി ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഗ്രന്ഥങ്ങൾ तराजुम के लिए भी വിവിധ ഭാഷകളിൽ വിവർത്തനം ചെയ്യാനും സാധിക്കുന്നതാണ്. इनको मुख्तलिफ जुबानों में ജാമിയയിൽ आने के बाद പഠിച്ചതിനു ശേഷം വിവിധ ഭാഷകളിൽ फिर जो जामिया में नहीं आ रहे അവരെ പ്രത്യേകമായി പഠിപ്പിക്കാൻ സാധിക്കുന്നതാണ്. और जुबान ജാമിയയിൽ വരാത്തവർ ഭാഷ പഠിക്കാൻ ശ്രമിക്കേണ്ടതാണ്. ഭാഷ പഠിക്കുന്നവർ ഖലീഫത്തുൽ മസീഹ് റാബി റഹ്മത്തുള്ളാഹി തആല പറഞ്ഞതുപോലെ ചുരുങ്ങിയത് 3 ഭാഷകളെങ്കിലും അവർ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഒന്ന് അവരുടെ സ്വന്തം ഭാഷ, രണ്ടാമത്തേത് ഉറുദു, മൂന്നാമത്തേത് അറബി. तो सीखनी അറബി പഠിക്കേണ്ടത് നിർബന്ധമാണ്. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ, തഫ്സീർ അറിയാൻ, അതിൽ അറിവ് നേടാൻ ഇത് ആവശ്യമാണ്. മറ്റു പല പുസ്തകങ്ങളും അറബിയിലുണ്ട്. തർജ്ജമ ചെയ്യുമ്പോൾ അറബി അറിയില്ലെങ്കിൽ ശരിയായ രീതിയിൽ അത് ചെയ്യാൻ കഴിയില്ല. ഉറുദു അറിയേണ്ടതിന്റെ കാരണം ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഗ്രന്ഥങ്ങളിൽ നിന്നാണ് ഇപ്പോൾ മതവിജ്ഞാനം ശരിയായ രീതിയിൽ നമുക്ക് കരസ്ഥമാക്കാൻ സാധിക്കുക. കാരണം അദ്ദേഹത്തിന്റെ തഫ്സീറുകളും ഗ്രന്ഥങ്ങളും ലിഖിതങ്ങളും എല്ലാം വിജ്ഞാനത്തിന്റെ ഖജനാവുകളാണ്. जो दुनिया में ലോകത്ത് വിപ്ലവമുണ്ടാക്കാനും ഇസ്ലാമിന്റെ ശരിയായ അധ്യാപനങ്ങൾ ലോകത്തിന് സമർപ്പിക്കാനും कुरान करीम की ഇതിനാണ് സാധിക്കുക. വിശുദ്ധ ഖുർആന്റെ ശരിയായ അറിവ് ലോകത്തിന് നൽകാൻ കഴിയുന്നത് ഇതിനാണ്. അതിനാൽ ഉറുദു ഭാഷ പഠിക്കാതെ മറ്റു ഭാഷകളിൽ നൈപുണ്യം കരസ്ഥമാക്കിയതുകൊണ്ട് കാര്യമായില്ല. एक वक्त था ജമാഅത്തിൽ तर्जमे के लिए, തർജ്ജമക്ക് വളരെ പ്രയാസമുള്ള ഒരു കാലമുണ്ടായിരുന്നു. अब दिक्कत तो अब भी है। ഇപ്പോഴും പ്രയാസമില്ലെന്നല്ല, എന്നാലും കുറെയൊക്കെ കുറഞ്ഞിട്ടുണ്ട്. വിവിധ ദേശത്തുള്ള ജാമിയകളിൽ പഠിക്കുന്ന കുട്ടികളിലൂടെ ഇതിലേക്ക് ശ്രദ്ധ വന്നിട്ടുണ്ട്. जामिया अहमदिया के ജാമിയ അഹമ്മദിയയിൽ തയ്യാറാക്കുന്ന ഉപന്യാസങ്ങളിൽ ഉറുദുവിൽ നിന്നും തർജ്ജമകളും തയ്യാറാക്കുന്നുണ്ട്. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഗ്രന്ഥങ്ങളും ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് സാനിയുടെ ചില ഗ്രന്ഥങ്ങളും उनको तर्जमे അവർ വിവർത്തനം ചെയ്തിട്ടുണ്ട്. കുട്ടികൾ തയ്യാറാക്കിയത് പരിശോധിച്ചവർ പറയുന്നത് के मुताबिक अच्छे हुए हैं। നല്ല വർക്കാണ് നടന്നതെന്നാണ്. भी मयार बहुत അതിന്റെ നിലവാരം വളരെ ഉന്നതമല്ലെങ്കിൽ തന്നെയും അതിനെ മെച്ചപ്പെടുത്താനാവുന്നതാണ്. ഏതായിരുന്നാലും ഇതിനായി ഒരു പരിശ്രമം തുടങ്ങിയിട്ടുണ്ട്. ഇത് ചില കുട്ടികൾ മാത്രമാണ്. दे दी जाती हैं। അവർക്ക് ചില ഗ്രന്ഥങ്ങളാണ് നൽകപ്പെട്ടിട്ടുള്ളത്. हमें
നമുക്ക് വിവിധ ഭാഷകളിൽ നൈപുണ്യം കരസ്ഥമാക്കിയവരെ ആവശ്യമുണ്ട്. सिर्फ वाकफी ने വഖഫേന കുട്ടികൾ ഇക്കാര്യത്തിലേക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. अगर कोई किसी ഏതെങ്കിലും ഭാഷയിൽ हासिल करता है ജാമ്യയിൽ അല്ലാത്ത ആരെങ്കിലും യോഗ്യത കരസ്ഥമാക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ അവർ അറബിയും ഉറുദുവും പഠിക്കാൻ ശ്രമിക്കേണ്ടതാണ്. ഇതില്ലാതെ ഭാഷ പഠനം ഏതൊരു ഉദ്ദേശത്തിനായിട്ടാണോ നാം പറയുന്നത് അത് നേടാൻ സാധ്യമല്ല. ജാമിയ അഹമ്മദിയയെ കുറിച്ച് ചിലർ ആക്ഷേപിക്കാറുള്ളത് पढ़ाई अच्छी അവിടെ പഠന നിലവാരം നല്ലതല്ല എന്നാണ്. ഇവിടെയും ജർമ്മനിയിലും അതേപോലെ മറ്റു ചില സ്ഥലങ്ങളിലും ये बिल्कुल बोधे एतराज ഇത് പറയാറുണ്ട്. ഇത് വളരെ തരംതാണ ആക്ഷേപമാണ്. होता ये है कि അവർ പറയുന്നത് ജാമ്യയിൽ നിന്നും പുറത്തിറങ്ങുന്നവർക്ക് അറബി ഭാഷ സംസാരിക്കാൻ അറിയില്ല എന്നാണ്. അവരുടെ സംസാരം അത്ര ഭംഗിയുള്ളതല്ല എന്നാണ്. महारत का सवाल है जामिया ഭാഷയിൽ പ്രാവീണ്യം കരസ്ഥമാക്കുക എന്നത് ജാമ്യയിൽ കഴിയില്ല. नहीं देते बाकी यूनिवर्सिटी കാരണം അവിടെ വിവിധ വിഷയങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഒരു ഭാഷയിൽ മാത്രം ശ്രദ്ധ നൽകാൻ അവിടെ കഴിയില്ല. മറ്റ് യൂണിവേഴ്സിറ്റികളിലും മദ്രസകളിലും ഒരു വിഷയം പഠിപ്പിച്ച് അതിലേക്ക് ശ്രദ്ധയൂന്നുന്നു. ഇവിടെ വിവിധ വിഷയങ്ങളാണ് പഠിപ്പിക്കുന്നത്. ഏതെങ്കിലും കുട്ടിക്ക് പ്രത്യേക ഭാഷ പഠിക്കുന്നതിൽ താല്പര്യം കാണുമ്പോൾ, ഭാഷ പഠിക്കുന്ന കാര്യത്തിലേക്ക് താല്പര്യം കാണുമ്പോൾ इंशाल्लाह करवाया അവരെ ആ ഭാഷയിൽ പ്രത്യേകമായി സ്പെഷ്യലൈസ് ചെയ്യിപ്പിക്കുന്നതുമായിരിക്കും. ഇൻഷാ അല്ലാഹ് സംസാരിക്കാൻ കഴിയുന്നില്ലെന്ന പരാതിയും അകലുന്നതായിരിക്കും. ഏതായിരുന്നാലും പഠനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ജാമ്യയിൽ നൽകപ്പെടുന്ന അറിവ് വളരെ ഗഹനമായ അറിവാണ്. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അവിടെ നിന്ന് കരസ്ഥമാക്കുന്നത് വളരെ വിശാലമായ അറിവാണ്. പാകിസ്ഥാനിൽ പഴയ ജാമിയ അഹമ്മദിയയാണ്. അവിടെ പ്രത്യേക വിഷയത്തിൽ ബിരുദം നൽകുകയും ചെയ്യുന്നുണ്ട്, സ്പെഷ്യലൈസ് ചെയ്യിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ചുരുക്കത്തിൽ ജാമിയയിൽ കുട്ടികളെ അയക്കാതിരിക്കാനുള്ള ചിലരുടെ ഒഴിവ് കഴിവുകളാണ് ഇത്. എനിക്ക് പ്രത്യേകിച്ച് ജർമ്മനിയിൽ നിന്നാണ് ഇത് അറിയാൻ കഴിഞ്ഞത്. UK-യിലെയും കനഡയിലെയും ജാമ്യകളിൽ നിന്നും പുറത്തിറങ്ങിയ കുട്ടികൾ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അവര് തബ്ലീഗ് രംഗത്ത് ചില അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത് വളരെ ഫലപ്രദമാണെന്നാണ്. मैंने कहा അറിവ് ഇൻഷാ അല്ലാഹ് വർദ്ധിച്ചു കൊണ്ടേ പോകുന്നതാണ്. बस जो लोग ये അതുകൊണ്ട് ഇങ്ങനെയുള്ള സംസാരം നടത്തി बाज ചില കുട്ടികളെ ജാമ്യയിൽ വരുന്നതിൽ നിന്നും നിരുത്സാഹപ്പെടുത്തുന്നത് ये लोग सिर्फ इतना വെറും ഫിത്നയാണ്. नफाक कराने അതല്ലെങ്കിൽ അവരിൽ കാപ്പറ്റത്തിന്റെ ലക്ഷണം ഉള്ളതുകൊണ്ടാണ്. इस्तिगफार करनी അതുകൊണ്ട് അവരും ഇസ്തിഗ്ഫാർ ചെയ്യേണ്ടതാണ്. बाज വഖഫേന വകുപ്പ് जो शोभा वक्फे नौ जो है സംവിധാനവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളിലേക്ക് ശ്രദ്ധ ക്ഷണിച്ചിട്ടുണ്ട്. शायद पहले बाज का जिक्र അത് ഞാൻ ആവർത്തിക്കുകയാണ്. ഒരുപക്ഷെ ഇത് മുമ്പ് വിവരിച്ചതായിരിക്കാം. वक्फे नौ വഖഫേന ने माँ बाप കുട്ടികളെ തർബിയത്ത് ചെയ്യുമ്പോൾ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം या पहले ही तरबियत इस तरह नहीं करते हूं, मैं पहले कह चुका हूं कि बच्चों ने अपने आप को बाकायदा जमात की खिदमत में पेश करना ये ചെറുപ്പത്തിൽ തന്നെ ऐसी तरबियत हो, ये पहले ही बयान कर चुका हूं। ഞങ്ങൾ ജമാഅത്തിന്റേതാണെന്ന ചിന്ത കുട്ടികൾ ഉണ്ടാക്കിയെടുക്കുന്ന വിധത്തിലായിരിക്കണം. ഈ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. പഠനത്തിന്റെ ഓരോ ഘട്ടത്തിലും ये शोभा है അവർക്ക് ഇക്കാര്യങ്ങളിലേക്ക് ശ്രദ്ധ ഉണ്ടായിരിക്കേണ്ടതാണ്. വഖഫേന വിഭാഗത്തിൽ നിന്നും മാർഗനിർദ്ദേശങ്ങൾ തേടേണ്ടതാണ്. കുട്ടികൾ അവരുടെ പഠനത്തെക്കുറിച്ച് കേന്ദ്രത്തോട് ചോദിക്കണം. ഞങ്ങൾ ഇവിടം വരെ എത്തിയിട്ടുണ്ടെന്നും ഇനി എന്താണ് ചെയ്യേണ്ടതെന്നും അവർ കേന്ദ്രത്തോട് ചോദിക്കണം. അവർ തന്നിഷ്ടം ചെയ്യാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ, അതല്ലെങ്കിൽ ജമാഅത്തിന് ഇപ്പോൾ ആവശ്യമില്ലാത്ത വിഭാഗമാണ് പഠിക്കുന്നതെങ്കിൽ വഖഫിൽ നിന്നും വിടുതൽ വാങ്ങുക. വിദേശത്ത് താമസിക്കുന്ന പാകിസ്ഥാനിൽ നിന്നും വന്നിട്ടുള്ള പെൺകുട്ടികൾക്ക് ഉറുദു സംസാരിക്കാൻ സാധിക്കും. അവർ ഉറുദു വായിക്കാനും പഠിക്കുക. के मुल्कों में അതുപോലെ और मुकामी जुबान जो അവർ निൽക്കുന്ന നാട്ടിലെ वो भी सीखें जहाँ इंग्लिश പ്രാദേശിക ഭാഷയും പഠിക്കുക. ഇംഗ്ലീഷ്, ജർമ്മനി മുതലായവ. जहाँ इंग्लिश ഇംഗ്ലീഷ് ഭരണഭാഷയായ സ്ഥലങ്ങളിൽ कुल जुबानें और हैं അതും അവിടുത്തെ പ്രാദേശിക ഭാഷയും പഠിക്കുക, അറബി പഠിക്കുക. എന്നിട്ട് തങ്ങളെ വിവർത്തനം ചെയ്യുന്ന ജോലിക്കായി സമർപ്പിക്കുക. സ്ത്രീകളിൽ ഭാഷാ പഠനത്തിന് കഴിവുള്ളതായി ഞാൻ കണ്ടിട്ടുണ്ട്. वो अपने आप को पेश कर सकती हैं। फिर डॉक्टर हैं അതുകൊണ്ട് അവർക്ക് അവരെ സമർപ്പിക്കാവുന്നതാണ്. ഡോക്ടർമാരായാലും ടീച്ചർമാരായാലും തങ്ങളെ लड़के भी പെൺകുട്ടികൾക്ക് സമർപ്പിക്കാവുന്നതാണ്. ഇതേപോലെ ആൺകുട്ടികൾക്കും ഈ രീതിയിൽ തങ്ങളെ സമർപ്പിക്കുന്നതാണ്. വഖഫേന വകുപ്പിന് എല്ലാ ഘട്ടങ്ങളിലും കുട്ടികൾ ഏതിലാണ് പഠിക്കുന്നത് എന്ന അറിവുണ്ടായിരിക്കേണ്ടതാണ്. रहनुमाई और तरबियत के लिए साल में कम से कम 2 मरतबा പ്രാദേശിക ജമാഅത്ത് ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ശിക്ഷണത്തിനും മാർഗദർശനത്തിനുമായി വർഷത്തിൽ 2 പ്രാവശ്യമെങ്കിലും അവരുടെ ഫോറം
സംഘടിപ്പിക്കേണ്ടതാണ്. അതിൽ പ്രവർത്തനങ്ങളെക്കുറിച്ചും പഠനത്തെക്കുറിച്ചും അവർക്ക് വേണ്ട അറിവ് നൽകേണ്ടതാണ്. വഖഫ് ഓഫീസിന്റെ ഒരു പരാതി ഇതാണ്: ചില മാതാപിതാക്കൾ വഖഫ് ചെയ്ത് അവർക്ക് നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ പ്രാദേശിക ജമാഅത്തിനോടും കേന്ദ്രത്തോടും ബന്ധമില്ലാത്ത ഒരവസ്ഥയായിത്തീരുന്നു. അതല്ലെങ്കിൽ ഇവരുമായി ബന്ധപ്പെടേണ്ട രീതിയിൽ അവർ ബന്ധം നിലനിർത്തുന്നില്ല. 8-10 വർഷമായി അവർ ഇതുവരെ ബന്ധപ്പെട്ടിട്ടില്ല, അതുകൊണ്ട് അവരെ ലിസ്റ്റിൽ നിന്ന് നീക്കണം എന്ന് പറയുമ്പോൾ പരാതിപ്പെടാൻ തുടങ്ങുന്നു. അതുകൊണ്ട് വഖഫേനോ നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ ഇനി ബന്ധപ്പെടേണ്ട എന്നല്ല, സ്ഥിരമായി ഓഫീസുമായി ബന്ധപ്പെടേണ്ടതാണ്. നാഷണൽ സെക്രട്ടറി വിഭാഗവുമായും കേന്ദ്രവുമായും ബന്ധപ്പെടേണ്ടത് നിർബന്ധമാണ്. വഖഫേനോ കുട്ടികൾക്കായി സിലബസ് തയ്യാറാക്കിയിട്ടുണ്ട്. ആദ്യം അതിൽ അടിസ്ഥാനപരമായ ചില കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരുന്നത്. ഇപ്പോൾ 21 വയസ്സ് വരെയുള്ള കുട്ടികൾക്കുള്ള പാഠ്യപദ്ധതി തയ്യാറായിട്ടുണ്ട്. ഇത് പഠിക്കേണ്ടതാണ്. ഇതിന്റെ പരീക്ഷയും മറ്റും നടക്കുന്നുണ്ടെങ്കിൽ അതിൽ പൂർണ്ണ പങ്കാളിത്തം ഉറപ്പാക്കണം. ഇതിനു മുകളിലുള്ള കുട്ടികൾ വിശുദ്ധ ഖുർആന്റെ വ്യാഖ്യാനം ഉറുദു അറിയുന്നവർ ഉറുദുവിലും ഇംഗ്ലീഷ് അറിയുന്നവർ ഇംഗ്ലീഷിലും വായിക്കുക. ഇംഗ്ലീഷിൽ 5 വോള്യം കമന്ററി വായിക്കുക. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഗ്രന്ഥങ്ങൾ വിവിധ ഭാഷകളിൽ വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് ഭാഷയാണ് അറിയുന്നത് അത് വായിക്കുക. ഖുത്ബകളും പ്രഭാഷണങ്ങളും സ്ഥിരമായി കേൾക്കുക. അങ്ങനെ നിങ്ങളുടെ അറിവ് വർദ്ധിപ്പിച്ചുകൊണ്ട് പോവുക. ഇതും അവർക്ക് അത്യാവശ്യമാണ്. ഇതിന്റെ റിപ്പോർട്ടും അയക്കുക. സെക്രട്ടറി വഖഫേനോ ചില സ്ഥലങ്ങളിൽ കർമ്മനിരതരല്ല. ഒരു സ്ഥാനം കിട്ടി അതും പിടിച്ചിരിക്കുകയാണ്. അവരും കർമ്മനിരതരാകേണ്ടതാണ്. ഈ വർഷം തിരഞ്ഞെടുപ്പിന്റെ വർഷമാണ്. ഏതെല്ലാം സെക്രട്ടറി വഖഫേനോ പ്രവർത്തിക്കുന്നില്ല എന്നുള്ള റിപ്പോർട്ട് ജമാഅത്തുകളിൽ നിന്നും വരേണ്ടതാണ്. അവർ പ്രവർത്തിക്കുന്നവരല്ലെങ്കിൽ അവർക്ക് വോട്ട് കൂടുതൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെയും അവരെ ഇപ്രാവശ്യം നിയമിക്കുന്നതല്ല. ജമാഅത്തിനും ഒരു സിലബസ് ഉണ്ട്. വേറിട്ടുള്ള സംവിധാനം നടക്കാത്ത സ്ഥലങ്ങളിൽ ജമാഅത്തിനുള്ള ആ സിലബസ് തന്നെ വഖഫേനോ കുട്ടികളെയും ഉൾപ്പെടുത്തുക. ചെറിയ വ്യത്യാസമേ ഉള്ളൂ. പരസ്പരം യോജിച്ചുകൊണ്ട് പ്രവർത്തിച്ചാൽ അത്ഫാലുകൾക്ക് അവരുടെ സിലബസ് പഠിക്കാം, ഖുത്താബിന്റെ പ്രായമുള്ളവർക്ക് അത് പഠിക്കാം, ലജ്നകൾക്ക് അവരുടെ സിലബസ് പഠിക്കാവുന്നതാണ്. അതല്ലെങ്കിൽ സിലബസ് പരസ്പരം സംയോജിപ്പിക്കാവുന്ന സാധിക്കും. ജമാഅത്തിന്റെ സംവിധാനത്തിൽ നിന്നുകൊണ്ട് തർബിയത്ത് സെക്രട്ടറി, താലീം സെക്രട്ടറി, വഖഫേനോ സെക്രട്ടറി എന്നിവരെ ഒന്നിപ്പിച്ചുകൊണ്ട് ഈ സിലബസ് പഠിപ്പിക്കണം എന്ന പ്രോഗ്രാം ഉണ്ടാക്കേണ്ടത് അമീർമാരും പ്രസിഡന്റ്മാരുമാണ്. ഇതിൽ വഖഫേനോ കുട്ടികളെ നിർബന്ധമായും ഉൾപ്പെടുത്തേണ്ടതാണ്. വഖഫേനോവിന്റെ പാഠ്യപദ്ധതി വിവിധ നാട്ടിലുള്ളവർക്ക് അവരുടെ ഭാഷകളിൽ പ്രസിദ്ധീകരിക്കാവുന്നതാണ്. സ്വീഡൻ അവരുടെ ഭാഷയിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഫ്രഞ്ചിൽ പ്രസിദ്ധീകരിക്കുന്നതിന് ഫ്രാൻസ്, മൊറീഷ്യസിലുള്ളവർ പരിശ്രമിക്കുക. വെറും പരിശ്രമിക്കുന്നു എന്ന് പറഞ്ഞാൽ പോരാ, ആരാണ് ഇതിന്റെ തർജ്ജമ ചെയ്യുക എന്നെ ഉടനെ അറിയിക്കുക. 2 മാസത്തിനകം ഈ തർജ്ജമ നടന്നിരിക്കുകയും വേണം. വഖഫേനോ കുട്ടികൾ നിത്യവും ഏതെങ്കിലും ഒരു മതപുസ്തകം വായിക്കുന്ന ശീലമുണ്ടായിരിക്കണം. നിത്യവും 1-2 പേജുകൾ വായിച്ചാലും മതി. ഞാൻ പറഞ്ഞതുപോലെ ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പുസ്തകം വായിക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും ഉത്തമം. ഇതേപോലെ 100% വഖഫേനോ കുട്ടികളും എന്റെ ഖുത്ബകൾ നേരിട്ട് കേൾക്കേണ്ടതാണ്. അതിനായി പരിശ്രമിക്കുക. ഇവിടെ UK-യിൽ ഒരിക്കൽ ഞാൻ ക്ലാസ്സിൽ പരിശോധിച്ചപ്പോൾ 10% പേരെയാണ് സ്ഥിരമായി ഖുത്ബ കേൾക്കുന്നവരായി കാണാൻ കഴിഞ്ഞത്. ഈ വിഭാഗത്തിനും മാതാപിതാക്കൾക്കും ഈ കാര്യത്തിൽ ശ്രദ്ധ ഉണ്ടായിരിക്കണം. അതേപോലെ വഖഫേനോ കുട്ടികളും ഈ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ്. വഖഫേനോ കുട്ടികൾക്കുള്ള പ്രോഗ്രാമുകൾ ഉണ്ടാക്കുമ്പോൾ പരസ്പരം ആശയ സംവാദം നടത്താൻ കഴിയുന്ന പ്രോഗ്രാമുകളാണ് സംഘാടകർ ഉണ്ടാക്കേണ്ടത്. അപ്പോഴാണ് കൂടുതൽ ശ്രദ്ധ ഉണ്ടാവുക. ഇതേപോലെ ഓരോ നാട്ടിലെയും ജമാഅത്ത് സംവിധാനം ഒരു കമ്മിറ്റി രൂപീകരിക്കുക. ആ നാടുകളിൽ അടുത്ത 10 വർഷത്തേക്ക് അവരുടെ ആവശ്യങ്ങൾ എന്തെല്ലാമാണെന്നുള്ള റിപ്പോർട്ട് 3 മാസം കൊണ്ട് ഉണ്ടാക്കുക.
तर्जमे करने वाले അവർക്ക് എത്ര മുബല്ലിഗുമാരെ വേണം, ഏതെല്ലാം ഭാഷകളിൽ തർജ്ജമ ചെയ്യാൻ എത്ര പേര് വേണം, എത്ര ഡോക്ടർമാരെയും ടീച്ചർമാരെയും വേണം, എവിടെയെല്ലാമാണ് ആവശ്യം, ഇതേപോലെ ഏതെല്ലാം ഫീൽഡിൽ നല്ല വൈഭവമുള്ളവരെ വേണം, പ്രാദേശിക ഭാഷയിൽ നല്ല പരിജ്ഞാനമുള്ളവർ എത്ര വേണം, ഇതെല്ലാം പരിശോധിച്ച് 3-4 മാസത്തിനകം ഈ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതാണ്. വഖഫ് വിഭാഗം ഇതിനെ സ്ഥിരമായി ഫോളോ അപ്പ് ചെയ്യേണ്ടതാണ്. बिजनेस में जाना ചിലർ चाहते हैं या पुलिस या फौज ബിസിനസ്സിൽ പോകാൻ ആഗ്രഹിക്കുന്നു, ചിലർ പോലീസിലും സൈന്യത്തിലും ചേരാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെയുള്ളവർക്ക് പോകാവുന്നതാണ്, അനുവാദമുണ്ട്. എന്നാൽ വഖഫിൽ നിന്നും വിടുതൽ വാങ്ങിയിരിക്കണം. ഞങ്ങൾ പോകുകയാണെന്ന് ഞങ്ങളെ അറിയിക്കണം. हर मुल्क में वाकफी ने नौकरी ഇതേപോലെ ഓരോ നാട്ടിലും വഖഫ് കുട്ടികൾക്കായി കരിയർ ഗൈഡൻസ് ഉണ്ടായിരിക്കണം. और मुख्तलिफ फील्ड में അവർ കാര്യങ്ങൾ പരിശോധിക്കുകയും വിവിധ മേഖലകളിൽ പോകുന്നവരുടെ റിപ്പോർട്ട് കേന്ദ്രത്തിലേക്ക് അയച്ചുകൊണ്ടിരിക്കുകയും വേണം. मुख्तलिफ फील्ड में दिलचस्पी है उनके बारे में इत्तला हो, फिर വിവിധ മേഖലയിൽ പോകാൻ താൽപര്യമുള്ളവരെ കുറിച്ച് അറിയിക്കുകയും അവർക്ക് അനുവാദം ഇപ്പോൾ നൽകേണ്ടതുണ്ടോ എന്ന് കേന്ദ്രത്തിന് തീരുമാനമെടുക്കാനും സാധിക്കുന്നതാണ്. कहूं कि 18 साल की उम्र को पहुंचने वाले वाकफी ने 9 ഞാൻ പലപ്പോഴും പറഞ്ഞതുപോലെ 18 വയസ്സായ വഖഫ് കുട്ടികൾ वाकफी 9 के തങ്ങളുടെ लिख के भिजवाया करें, बॉन्ड लिखें। വഖഫിന്റെ പ്രതിജ്ഞയെ പുതുക്കേണ്ടതാണ്. അത് മറക്കാൻ പാടില്ല. ബോണ്ട് എഴുതി അറിയിക്കേണ്ടതാണ്. इस्माइल और ഇതേപോലെ വഖഫ് ആൺകുട്ടികൾക്കായി ഇസ്മായിൽ എന്ന മാഗസിനും പെൺകുട്ടികൾക്കായി किया गया है। മറിയം എന്ന മാഗസിനും തുടങ്ങിയിട്ടുണ്ട്. जर्मन और फ्रेंच ഇതും इसका तर्जुमा हो, ജർമ്മനിയിലും ഫ്രഞ്ചിലും अगर तो തർജ്ജമ വേണ്ടതാണ്. मीन है जो वहाँ के मुकामी वाकफी ने അവിടെയുള്ള വഖഫ് കുട്ടികൾ ഇതിലേക്കുള്ള ലേഖനങ്ങൾ എഴുതുകയാണെങ്കിൽ അത് പ്രസിദ്ധീകരിക്കുക. അല്ലെങ്കിൽ ഇവിടെ നിന്നും जुबानों में ലേഖനങ്ങൾ ലഭിക്കുന്നതാണ്. അത് നിങ്ങളുടെ ഭാഷയിലും പ്രസിദ്ധീകരിക്കുക. ഉറുദുവിനോടൊപ്പം പ്രാദേശിക ഭാഷയും ഉണ്ടായിരിക്കേണ്ടതാണ്. दैन അള്ളാഹു താല में जिन्होंने अपने बच्चों को अपने बच्चे वक्फ തങ്ങളുടെ മക്കളെ पेश किए, इस रंग में बच्चों की तरबियत और दुआ करने की तरफ തങ്ങളുടെ മക്കളെ വഖഫ് പദ്ധതിയിലേക്ക് സമർപ്പിച്ച എല്ലാ മാതാപിതാക്കൾക്കും അവരുടെ കുട്ടികളെ യഥാർത്ഥ അർത്ഥത്തിൽ വഖഫ് ആക്കി തീർക്കുന്ന രീതിയിൽ और അവർക്ക് തർബിയത്ത് നൽകാനും दैन के लिए അവർക്കായി ദുആ ചെയ്യാൻ അള്ളാഹു കഴിവ് നൽകുമാറാകട്ടെ. ഈ കുട്ടികൾ മാതാപിതാക്കളുടെ കൺകുളിർമക്ക് കാരണമായി തീരട്ടെ. തങ്ങളുടെ മാതാപിതാക്കളുടെയും തങ്ങളുടെയും പ്രതിജ്ഞ പൂർത്തിയാക്കുന്നതിലേക്ക് കുട്ടികൾക്കും ശ്രദ്ധ ഉണ്ടായിരിക്കേണ്ടതാണ്. അള്ളാഹു അവർക്ക് അതിനുള്ള തൗഫീക്ക് നൽകട്ടെ. रो में शामिल हो जाएं, ദീനിനെ പ്രചരിപ്പിക്കുക എന്ന ഒരേ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് മുന്നേറുന്ന ആ സംഘത്തിൽ ഇവർ ഉൾപ്പെടുന്നവരാകട്ടെ. അള്ളാഹു ഇവർക്ക് അതിനുള്ള തൗഫീക്ക് നൽകട്ടെ. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.